അപ്പോൾ നമുക്കിനി ആറന്മുള ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ തിരുവോണ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അവിടെ തിരുവോണത്തോണി എത്തുന്ന സമയമാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ. പ്രവീൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് ഷിഹാസ്, ഹാപ്പി ഓണം. ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രക്കടവിലേക്ക് തിരുവോണത്തോണി എത്തിക്കഴിഞ്ഞു. തിരുവാറന്മുളയപ്പന് ഓണവിഭവങ്ങളുമായാണ് തിരുവോണത്തോണി എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:30 കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഈ തിരുവോണത്തോണി പുറപ്പെട്ടത്. അവിടെ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രമേൽശാന്തി പകർന്നു നൽകിയ ദീപവുമായാണ് മങ്ങാട് ഭട്ടത്തിരി പുറപ്പെട്ടത്. ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണവിഭവങ്ങളുമായി 18 നായർ കുടുംബാംഗങ്ങളും ഇപ്പോൾ തോണിയിൽ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവോണത്തോണി ഇപ്പോൾ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തിക്കഴിഞ്ഞു. ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് അളന്നു നൽകിയ 40 പറ നെല്ല് കാട്ടൂരിൽ പരമ്പരാഗത രീതിയിൽ മര ഉരലിൽ കുത്തിയെടുത്താണ് ഇത് അരിയാക്കുന്നത്. ഈ അരിയാണ് ഇന്ന് ആറന്മുളയപ്പൻ്റെ തിരുവോണ സ്ഥിതിക്കായി ഉപയോഗിക്കുക. പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ ഉൾപ്പെടെ പള്ളിയോട കരക്കാർ, ഒപ്പം ഭക്തജനങ്ങൾ എന്നിവരെല്ലാം ഇപ്പോൾ വെറ്റിലയും പുകയിലും ഒക്കെ നൽകി ഇപ്പോൾ തിരുവോണത്തോണിയെ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ തിരുവോണത്തോണിയെ കാട്ടൂരിൽ നിന്നുമാണ് യാത്രയാക്കിയത്. ഇന്നലെ അവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ ആചാരവെടിയൊക്കെ മുഴങ്ങി. അങ്ങനെ ആചാരപരമായിട്ടാണ് ഈ തിരുവോണത്തോണി യാത്ര പുറപ്പെട്ടത്. പള്ളിയോടങ്ങൾ അവിടെ ഭഗവത് സ്തുതിയൊക്കെ പാടി അകമ്പടിയും സേവിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായിട്ട് പള്ളിയോടങ്ങൾ ഇവിടെയുണ്ട്. പള്ളിയോടങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രക്കടവിലേക്ക് എത്തുന്നത്. ഇവിടെ ദീപക്കാഴ്ചയൊക്കെ ഒരുക്കിയാണ് ഇവിടെ ആറന്മുള ക്ഷേത്രക്കടവിൽ ഈ ഒരു തിരുവോണത്തോണിയെ സ്വീകരിക്കുന്നത്. പമ്പാനദിയുടെ ഇരുകരകളിലും ദീപക്കാഴ്ച ഒരുക്കുന്നു എന്നതും വലിയ പ്രത്യേകത തന്നെയാണ്. ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കുന്നതും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ പമ്പാനദിയുടെ ഇരുകരകളിലുമായി എത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യം മങ്ങാട്ട് ഭട്ടത്തിരി കുടുംബത്തിൻ്റെ പ്രതിനിധി അനൂപ് നാരായണൻ ഭട്ടത്തിരിയാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങിൽ പ്രതിനിധിക്കൊണ്ടിരിക്കുന്നത്. കുമാരനെല്ലൂരിൽ നിന്ന് ജലമാർഗമാണ് ഈ തിരുവോണത്തോണി ആദ്യം കാട്ടൂരിലെത്തുക. ഓണസദ്യ വിഭവങ്ങളുമായി തിരുവോണം നാളിൽ ഇന്ന് പുലർച്ചെ തന്നെ ആറന്മുളയിൽ തിരുവോണത്തോണി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആചാരപൂർവ്വമായിട്ടുള്ള സ്വീകരണം നൽകി ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ഇപ്പോൾ വിഭവങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഈ വിഭവങ്ങളാണ് ഇന്ന് തിരുവോണ സദ്യയ്ക്കായി ഉപയോഗിക്കുക. ക്ഷേത്രോപതിഷ്ഠക സമിതി ഭാരവാഹികൾ, പള്ളിയോട് സേവാ സംഘം ഭാരവാഹികൾ, ദേവസ്വം പ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ സ്വീകരണ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. മങ്ങാട്ട് ഭട്ടത്തിരി കാട്ടൂരിൽ നിന്ന് എത്തിച്ച ദീപം അല്പസമയത്തിനകം ആറന്മുള ക്ഷേത്ര മേൽശാന്തി ഏറ്റുവാങ്ങും. അതിനുശേഷം ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് ഈ ദീപം പകരുന്നതോടെയാണ് തിരുവോണ സദ്യ ചടങ്ങുകൾക്ക് ഒരുക്കമാവുക. ഇന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷമായിരിക്കും തിരുവോണ സദ്യ ഭഗവാന് സമർപ്പിക്കുക. ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇന്ന് രാത്രി തന്നെ അത്താഴപൂജയ്ക്ക് ശേഷമായിരിക്കും ഭട്ടത്തിരി മടങ്ങുക. ഇതിന് ഒരു വലിയ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അതായത് മങ്ങാട്ട് ഭട്ടത്തിരി ഈ തിരുവോണത്തോണിയിൽ യാത്ര ചെയ്ത് ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അന്ന് കൊള്ള സംഘങ്ങൾ ഈ തിരുവോണത്തോണി ആക്രമിച്ചിരുന്നു. ആ സമയം കരക്കാരെല്ലാവരും ഈ പള്ളിയോടങ്ങളിൽ എത്തി ഈ തിരുവോണത്തോണിയെ സംരക്ഷിക്കുകയും അവയുടെ അകമ്പടിയോടുകൂടി അന്ന് ഈ തിരുവോണ വിഭവങ്ങൾ തിരുവോണത്തോണിയിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് എല്ലാ വർഷവും ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായി പള്ളിയോടങ്ങൾ കാണുന്നത്. നമുക്കറിയാം, ആലപ്പുഴയിൽ അത് ചുണ്ടൻ വെള്ളമാണെങ്കിൽ ആറന്മുളയിൽ അത് പള്ളിയോടങ്ങളാണ്. അതിൻ്റെ പ്രത്യേക രൂപമാണ്. പള്ളിയോടങ്ങളുടെ രൂപം ചുണ്ടൻ വെള്ളങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന രീതിയിൽ പഴമക്കാലത്ത് രൂപകൽപ്പന ചെയ്ത ആ ഒരു പള്ളിയോടങ്ങൾ, ആ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ മറ്റൊരു ഐതിഹ്യം എന്നുള്ളത് എല്ലാ വർഷവും തിരുവോണ സദ്യ ഉണ്ണുന്നതിന് മുമ്പ് ഭട്ടത്തിരി ഒരു ബ്രഹ്മചാരിക്ക് ഭക്ഷണം നൽകുന്ന പതിവുണ്ടായിരുന്നു. ഒരിക്കൽ ഈ പതിവ് തെറ്റുകയും ബ്രഹ്മചാരി എത്താതെ താൻ തിരുവോണ സദ്യ കഴിക്കുകയില്ലെന്ന് ഭട്ടത്തിരി ശാഠ്യം പിടിക്കുകയും ചെയ്തു. ആ സമയത്ത് ഒരു ബാലൻ എത്തി ഊണ് കഴിക്കുകയും പിന്നീട് ശ്രീകൃഷ്ണൻ തിരുവോണത്തിൻ്റെ സദ്യ ഇനി ആറന്മുള ക്ഷേത്രത്തിൽ തന്നെ വന്ന് നൽകിയാൽ മതിയെന്ന് പറയുകയും ചെയ്തു. പിറ്റേ വർഷം മുതൽ തിരുവോണത്തിനുള്ള സദ്യവട്ടങ്ങളുമായി ഭട്ടത്തിരി മങ്ങാട്ടില്ലത്തിൽ നിന്നും വള്ളത്തിൽ ആറന്മുളയിലേക്ക് തിരിക്കും. ഈ തോണിയാണ് തിരുവോണത്തോണി എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഈ തോണിയിൽ ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച ഭട്ടത്തിരിയെ അന്ന് കൊള്ളക്കാർ ആക്രമിക്കുകയും സംഭവം അറിഞ്ഞ് കരക്കാർ വള്ളങ്ങളിലെത്തി ഭട്ടത്തിരിക്കും തിരുവോണത്തോണിക്കും സംരക്ഷണം നൽകി എന്നതുമാണ് ഐതിഹ്യം. പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായി
സേവിക്കാനായി ഉയർന്ന അമരവും അണിയവും ആയി പണി കഴിപ്പിച്ച പോർവള്ളങ്ങളാണ് ഈ ചുണ്ടൻവള്ളം. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. തിരുവോണത്തോണിയുടെ സമീപം തന്നെ കരക്കാർ ഈ ഒരു പള്ളിയോടങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആ പള്ളിയോടത്തിന്റെ ഉയർന്ന അമരം നമുക്ക് കാണാൻ സാധിക്കും, അണിയവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ആക്രമണങ്ങളെ ചെറുക്കുന്ന രീതിയിലൊക്കെ ആണ് ഈ ഒരു പള്ളിയോടങ്ങൾ നിർമ്മാണമെന്ന് ചെയ്തത്. അതിനെ തുടർന്നാണ് പിന്നീടുള്ള വർഷങ്ങളിൽ, അത് കാലങ്ങളായി നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു ആചാരം, ആറന്മുള പാർത്ഥസാരഥിക്ക് ഓണ വിഭവങ്ങളുമായി എത്തുന്ന തിരുവോണത്തോണിക്ക് അതിൻ്റെ അകമ്പടി സേവിക്കുന്നത് ഈ ഒരു പള്ളിയോടങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ആറന്മുള ക്ഷേത്രക്കടവിൽ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി കരക്കാർ ഈ ഒരു തിരുവോണത്തോണിയെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രക്കടവിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ ആചാരപൂർവ്വമായിട്ടുള്ള സ്വീകരണമാണ് നൽകിയത്. പഴക്കുല, അങ്ങനെ ഓണ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളുമായാണ് ഈ തിരുവോണത്തോണി എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കുമാരനല്ലൂരിലെ കാർത്യാനി ക്ഷേത്രത്തിന് സമീപത്തേക്ക് അന്നത്തെ കാലത്ത് ഈ ഭട്ടത്തിരി താമസം മാറിയിരുന്നു. അതിനാൽ അന്നു മുതൽ തന്നെ ഈ കുമാരനല്ലൂർ മനയിൽ നിന്നാണ് ഇപ്പോൾ തിരുവോണത്തോണി പുറപ്പെടുക. ചിങ്ങമാസത്തിലെ മൂലം നാളിലാണ് കുമാരനല്ലൂരിലെ ഇല്ലത്ത് നിന്നും മൂത്ത ഭട്ടത്തിരി ചുരുളൻ വള്ളത്തിൽ യാത്ര പുറപ്പെടുക. ഈ യാത്ര ആറന്മുള കാട്ടൂരിലെത്തുന്നതോടെയാണ് കരക്കാർ ആഘോഷത്തോടെ സ്വീകരിക്കുകയും ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നത്. പിന്നീട് അലങ്കരിച്ച വലിയ തിരുവോണത്തോണിയിലേക്ക് ഈ യാത്ര മാറ്റുകയും ഈ കുമാരനല്ലൂരിൽ നിന്ന് വന്ന വള്ളം അങ്ങനെ ഈ തിരുവോണത്തോണി അകമ്പടി സേവിക്കുകയും ചെയ്യുകയാണ്. കിടങ്ങറ, തിരുവല്ല, ആറാട്ടുപുഴ, കോഴഞ്ചേരി, കാട്ടൂർ എന്നിങ്ങനെ ആ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് പമ്പാ നദിയിലൂടെ സഞ്ചരിച്ച് തിരുവോണ ദിനം പുലർച്ചെ ഇന്നിപ്പോൾ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് തിരുവോണത്തോണി എത്തിയിരിക്കുന്നത്. ദേവന്റെ ഈ പള്ളിയുണർത്തൽ ചടങ്ങിന് ശേഷമാണ് ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. അത് അല്പസമയത്തിനകം ആരംഭിക്കും. മങ്ങാട്ട് ഭട്ടത്തിരിയും ഒപ്പം തന്നെ കരക്കാരും ഈ തിരുവോണത്തോണിയിൽ നൽകിയ വിഭവങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ന് ആറന്മുളയപ്പന് ഓണസദ്യ ഒരുക്കുന്നത്. ഇന്ന് വൈകിട്ട് അത്താഴ പൂജ കഴിഞ്ഞ് ഇവിടുത്തെ ക്ഷേത്ര പൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങുന്നതോടെയാണ് ഈ ചടങ്ങുകൾക്ക് സമാപനമാവുക. ഈ സദ്യ കഴിഞ്ഞ് ചെലവ് കഴിഞ്ഞുള്ള ബാക്കി തുക അത് പണക്കിഴി ഭണ്ഡാരത്തിൽ തന്നെ നിക്ഷേപിച്ചാണ് മങ്ങാട്ട് ഭട്ടത്തിരി മടങ്ങുക. മടക്കയാത്ര തിരുവോണത്തോണിയിലല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് തിരുവോണത്തോണി എത്തിയിരിക്കുന്നു. നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരം. ഭക്തരെല്ലാവരും തന്നെ ഇരു കരകളിലുമായി കൂടിയിട്ടുണ്ട്. പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യ തിരുവാറന്മുളയപ്പനുമുണ്ട്. ആ സദ്യയിൽ ഭക്തജനങ്ങളും പങ്കെടുക്കും. ആയിരക്കണക്കിന് ഭക്തരായിരിക്കും ഇന്ന് തിരുവോണ ദിനത്തിൽ ഈ ഒരു തിരുവോണ നാളിൽ ഈ സദ്യയിൽ ആറന്മുള ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് നടക്കുന്ന ഈ തിരുവോണ സദ്യയിൽ പങ്കാളികളാവുക. ഇപ്പോൾ ഏതായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഈ തിരുവോണത്തോണിയെ അനുഗമിച്ചുകൊണ്ട് പള്ളിയോടങ്ങൾ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണത്തോണി എത്തിയിരിക്കുന്നു. ഇനി കിടാവിളക്കിലേക്ക് ദീപം പകർന്ന് തിരുവോണ സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക എന്നുള്ള ചടങ്ങ് കൂടിയാണുള്ളത്. ഒരുപാട് ആളുകൾ ഇത്തവണയും എത്തിയിട്ടുണ്ട് തിരുവോണത്തോണി എത്തുന്നു ഒക്കെ കാണാൻ വേണ്ടി. പ്രവീൺ പുരുഷോത്തമനാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്.